ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡൈയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതുണ്ട്. നല്ല കരിക്കട്ട കളറായിട്ടിരിക്കുന്നത്. ഇത് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഇത്രയും തേച്ചാൽ മതി. തലമുടി നല്ല നല്ല സൂപ്പറായിട്ട് കറുത്ത് വരും. എല്ലാവരും ഇത് ഡൈ ചെയ്യണവർ ഇങ്ങനത്തെ ഉപയോഗിച്ച് നോക്കുക. കെമിക്കൽ വാങ്ങിക്കാതെ ഇത് തന്നെ ഉണ്ടാക്കി നോക്കുക. ഞാൻ തല തേക്കണത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇത് വീഡിയോ പിടിച്ച് തല തേക്കണ ഞാൻ കാണിച്ചിട്ടില്ല. ഉണ്ടാക്കി വെച്ച് ചൂടാറിയിട്ട് വൈകുന്നേരം കുളിക്കാൻ നേരത്താണ് തല തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമുക്കിത് കരിയാപ്പിലയാണ്. കരിയാപ്പില കുറച്ച് ഒരു വലിയൊരു പിടുത്തം കരിയാപ്പില ഞാൻ പറിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കരിയാപ്പിൽ നിന്ന് തന്നെയാണ് ഞാൻ ഉതിർത്ത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ 2 ഇലകൾ മാത്രം മതി. ഇത് ചെമ്പരത്തി ഇല, അതും അങ്ങോട്ട് മുറിച്ചങ്ങിട്ട് കൊടുക്കണം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നല്ല കറുത്ത് വരുകയും ചെയ്യും. നല്ല സിൽക്കി ആയിട്ട് മുടി നല്ല കിടക്കുകയും ചെയ്യും. ബ്യൂട്ടി പാർലറിൽ പോയി തലമുടി കറുപ്പിച്ച പോലെ ഇരിക്കുകയും ചെയ്യും. ഇത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല പോലെ അരച്ചെടുക്കണം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെ മഷി പോലെ അരച്ചെടുക്കണം. അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുക്കണം. ആദ്യമേ തന്നെ അരിച്ചൊരു പാത്രത്തിലേക്ക് എടുക്കാം. അല്ലെങ്കിൽ അതിന് തരങ്ങ് പോലെ കാണും. നല്ല സ്പൂണും കൊണ്ട് ഇങ്ങനെ കാണിച്ച് വേണം അരിച്ചെടുക്കാനായിട്ട്. എന്നാലാണ് നല്ല ഡ്രൈ ആയിട്ടിരിക്കണ പോലെ ഇങ്ങനെ കുറുകുറാന്നിരിക്കണ സാധനമാണല്ലോ ഈ ചെമ്പരത്തി ഇലയും കൂടെ ചേർക്കുമ്പോൾ കുറുകുറാന്നിരിക്കും. അതുകൊണ്ട് ചാടാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ചാടുന്നുണ്ട്. നമ്മുടെ അരച്ച കൂട്ടിലിത് ഒരു ഇരുമ്പ് ചീഞ്ചട്ടിക്കകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല പോലെ ഇളക്കി ഒഴിക്കുക. ഇത് തീ കിടത്തണ്ട കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കൂട്ടം സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് കരിഞ്ജീരകം വറുത്ത് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്ന കരിഞ്ജീരകം. 2 സ്പൂൺ കരിഞ്ജീരകം പൊടിയുണ്ട്. അത് അതിൻ്റെ കൂടെ ചേർക്കുക. ഇത് നല്ല പോലെ ഇളക്കി നമുക്കതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കണം. കരിഞ്ജീരകം വറുത്ത് പൊടിച്ച് കഴിയുമ്പോഴത്തേന് നല്ല കറുത്ത കളറിൽ വരും. നല്ല പോലെ വറുത്ത് നല്ല പോലെ പൊടിച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. ഇതൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ്. തീ കുറച്ച് വെച്ച് ഇളക്കി കുറുക്കിയെടുത്താൽ മതി. തീ കൂട്ടി വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പറ്റി പോകാണ്ട് തീ കുറച്ച് വെച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയട്ടെ കേട്ടോ. ഇത് കണ്ടോ നല്ല കറുത്ത് ഇത് കണ്ടോ നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ.
ഇത് ഒരുപാട് റിസ്ക് ഇല്ല, ഒരുപാട് പാടില്ല. നമ്മുടെ തലമുടിയെ തേക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ഹെന്ന ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ല, തലയിൽ നീരിളക്കോ അങ്ങനെ ഒന്നും വരില്ല. നമ്മൾ